അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ടായതുകൊണ്ട് വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടിരിക്കുന്നവരുണ്ടെല്ലാം ഒറ്റ ശല്യമായിരിക്കും. ആകെയാണ് ഞാൻ യോജിപ്പിച്ചത്, മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയ നവവധൂവരന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരായ ജോയിലെ സിന്ധുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ദിവ്യവും നിർണായകവുമായ നിമിഷങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. രണ്ട് വ്യക്തികൾ ഒന്നായിത്തീരുന്നു. ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ സഭയുടെ ഔദ്യോഗിക പ്രതിനിധികളായ പുരോഹിതന്മാരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ കത്തുന്ന മെഴുകുതിരികളുടെ മധ്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്പർശിച്ചുകൊണ്ട് അവർ അവരുടെ ജീവിതത്തെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന വലിയ ഒരു ഉടമ്പടിയാണ് ചെയ്യുക. ഇന്നു മുതൽ മരണം വരെ എന്തു വന്നാലും വേണ്ടില്ലെന്നാണ്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഏക മനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് അവർ പ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. നാം ആ പ്രതിജ്ഞയ്ക്ക് സാക്ഷി നിൽക്കുന്നു. ഈ പ്രതിജ്ഞ അവരുടെ ജീവിതത്തിലുടനീളം സാക്ഷാത്കരിക്കാനുള്ള ദൈവാനുഗ്രഹത്തിന് വേണ്ടി, പാവനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്നതുപോലെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കാണപ്പെട്ട ദൈവം ഈ ഭൂമിയിലെ കാണപ്പെട്ട ദൈവമാണ്. ഭർത്താക്കന്മാരോട് പറയുന്നത് കുറെ കൂടി കട്ടിയുള്ള വാക്കുകളാണ്. പത്രോസ് ലേഖനത്തിൽ പറയുന്നത് ഭാര്യമാരെ വിളിച്ചെന്ന് പറയുന്നത് ഭാര്യമാരെ ബാഹ്യമോടിയാണ്. വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ ദൈവസന്നിധിയിലേക്ക് നയിച്ചത്. ഭർത്താക്കന്മാരോട് പത്രോസ് ലേഖ പറയുന്നത്, ഭർത്താക്കന്മാരെ ഭാര്യമാരെ ദൈവിക കൃപയുടെ തുല്യപാത്രങ്ങളായി കണക്കാക്കി നിങ്ങൾ ബഹുമാനിക്കണമെന്നാണ് പറയാൻ. പരസ്പരം വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോഴാണ് കുടുംബം സ്വർഗമായി മാറുക. കുടുംബം ഈ ഭൂമിയിലെ സ്വർഗം എന്നാണ് നമ്മൾ പറയാ. ഉപാധിയില്ലാത്ത അടിസ്ഥാനപരമായ സ്നേഹം വളരണം. അത് ഇന്ന് ആരംഭിക്കുകയാണ്. ആ സ്നേഹം പോവുകയാണ്. താഴെ ക്യാപ്ഷൻ എഴുതി വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ മണവാളനും മണവാട്ടിയും കൂടി പോകുന്നത്. വയസ്സ് 90 ആയെങ്കിലും ഇപ്പോഴും മണവാളനെയും മണവാട്ടിയെയും പോലെ തന്നെ വേദനകളും പ്രതിസന്ധികളും എല്ലാം അനുഭവിച്ച് ഒരേ ആത്മാവോടുകൂടി ഒരേ ഹൃദയത്തോടുകൂടി അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു. നോക്കൂ, ഹൃദയത്തിന്റെ രൂപത്തിലാണ് താലി. ഹൃദയത്തിന്റെ രൂപത്തിൽ ആ താലിയിൽ കുരിശുണ്ട്. ആ കുരിശ് കൊച്ചു മുള്ളുകളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുടുംബ ജീവിതം എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ജീവിതം. ജോജോ ഇപ്പോൾ സിന്ധുവിന്റെ ശിരസ്സിൽ മന്ത്രകൊടി അണിയിക്കും. എന്താണ് അതിന്റെ അർത്ഥം? നീ എന്റെ തണലിൽ സുരക്ഷിതയാണെന്ന അർത്ഥം. നീ എന്റെ തണലിൽ സുരക്ഷിതയാണ്. സ്നേഹം കൊണ്ട് നിന്നെ ഞാൻ പൊതിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഈ സ്നേഹത്തിന്റെ സുരക്ഷിത വലയത്തിൽ എന്റെ ജീവിത പങ്കാളിയെ ഞാൻ സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ്. ഞാൻ ജോജോയാണെന്നാണ് അതിന്റെ അർത്ഥം. ജോജോയുടെ സ്വന്തമാണെന്ന്, ജോജോ എന്റെ സ്വന്തമാണെന്ന്. അതുപോലെ ജോജോയുടെ കൈവിരലില് ഉള്ള മോതിരത്തിൽ സിന്ധുവിന്റെ പേര്. അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടെ കൊച്ചുരസ്യനെ ഭാര്യയായി സ്വീകരിക്കുന്നു. കൊച്ചുരസ്യം വിഷയയുടെ നിയമവും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടെ സ്ത്രീയായി ഭർത്താവായി സ്വീകരിക്കുന്നു. അത് സാക്ഷികളാണ്. അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ആവശ്യം സർവ്വരം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശ്വാസത്തിനാത്മകമായിരിക്കുന്ന ഈ പുരുഷന്റെ ആശീർവദിക്കണമേ. ഐക്യതപ്രദീയമായ നായി അഫേദിനാശനത്തിനും
വിശ്വസ്തമാകട്ടെ. ജീവിതം പ്രശ്നങ്ങളോട് ശ്രദ്ധിക്കുവാനും അങ്ങനെ ഇഷ്ടമനുസരിച്ച് പരിശീലിക്കുവാൻ ഈ വിഷയങ്ങളുടെ ശക്തമാകട്ടെ. അല്ലെങ്കിൽ കാര്യമായ കർത്താവ് ഈ മുതലോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അംഗീകരിക്കുവാൻ നമുക്ക് മാറ്റി അനുഗ്രഹിക്കണമേ. ലോകത്ത് നിഷ്ഠരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തോടെ അണിയവർക്ക് ഇടയാകട്ടെ. മരണങ്ങളെ സന്തോഷത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടെ വിശ്വസ്തയോടുകൂടെ ഏകമനസ്സായി ജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ കൃഷിയിൽ വിശുദ്ധ സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതുപോലെ പരസ്പരം ധരിക്കുവാനും ജ്ഞാനപൂർണ്ണമായ ജീവിതം വഴി പരസ്പരം ആശ്രയിക്കുവാനും മരണം വരെ രക്ഷിക്കുവാനും ചേർത്ത് ഒത്തു നിൽക്കുവാനും തെറ്റിദ്ധാരണ വഴിപ്പെടാതെ പരസ്പരം വിശ്വസിക്കുവാനും കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ സന്തോഷപൂർവ്വം നിർവഹിക്കുവാനും ദൈവം നൽകുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തുവാനും തിരുകുടുംബത്തിലെ മാതൃകയും കുടുംബ സമാധാനം പുലർത്തുവാനും പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നയിക്കുവാനും അങ്ങനെ വിശ്വസ്തരായ സഹായിക്കണമെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇതരന്മാരെ അനുഗ്രഹിക്കണമേ. തിരുസഭ എപ്പോഴും സംരക്ഷിതമായിരിക്കട്ടെ. നിർദ്ദേശിക്കണമേ. ആരോഗ്യമായി നൽകിയവരെ അനുഗ്രഹിക്കണമേ. സ്വർഗപരമാരും ആനന്ദസുഖകരമേ. അങ്ങനെ സർവ്വതാരെല്ലാവരെയും ആശീർവദിക്കണമേ. അംഗീകാരം പ്രവർത്തനം ചെയ്ത് ആരാധനയും ദരിദ്ര സമർപ്പിക്കാൻ ചെയ്യണമേ. പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ജോജോ ബാക്ക് ഇറങ്ങി കേട്ടോ. ജോജോ ബാക്ക് ഇറങ്ങി. ശരീരമുണ്ട്.
ജീവനായ രഹസ്യങ്ങൾ കടകടമോചനത്തിനായി അങ്ങ് കാര്യം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയതയും സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകന്റെ ദൈവമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനമാകപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ജീവസംഖ്യയും വാഴ്ത്തപ്പെട്ടതാകട്ടെ. അബ്രാഹത്തെയും സാറായെയും അവരുടെ സമാനവും ആരോഗ്യമായി നൽകി നമ്മുടെ ജീവിത ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. നിങ്ങളുടെ ആശകൾ പ്രതീക്ഷകളോടെ സുഖമാക്കട്ടെ. ആവശ്യങ്ങളെ സഹായിക്കുന്ന പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം സന്തുഷ്ടിയും പരസ്പരം വർദ്ധിച്ചു വരട്ടെ. മകളുടെയും ആരാധനകളെയും ഇത്തരത്തിലുള്ള എല്ലാവരുടെയും ആശീർവദിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചിരിച്ചിലമ്പും ചിലങ്കയോ പല ശലഭമോ മനസ്സിൽ കള്ളക്കള്ളം കള്ളമളകിലൊന്നും കവിതയോ കിളിമൊഴികളോ മനസ്സിൽ നിഴലുലാവുക